ഹലോ ഹായ് നമസ്തേ, ഞാൻ ആതിര, ആദി ക്രിയേഷൻസ്, നിങ്ങളുടെ ആദി. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. സോ നോക്കാം. ഇതാണ് കേട്ടോ കാളഹസ്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ മേലെയായിട്ട് ഒരു കോവിൽ പോലെ കാണാൻ വേണ്ടി പറ്റും. അവിടേക്ക് ഒരു പാതി വഴി വരെയൊക്കെ നമ്മുടെ കാറോ ബൈക്കൊക്കെ പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കയറണം. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. കാറിന് പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 200 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത് ഉള്ളിൽ. പക്ഷേ പോയ ഉടനെ നമ്മൾ നേരെ ശിവഭഗവാന്റെ ആ സൈഡിലോട്ടായിരുന്നു പോയത്. അവിടെ പെട്ടെന്ന് തന്നെ കയറി തൊടാൻ പറ്റി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ അമ്മൻ എന്ന് പറയുന്ന അതിൻ്റെ അവിടെ ഇതുപോലെ തന്നെ കയറി തൊഴാനുള്ള സ്ഥലമുണ്ട്. അവിടേക്കും അതുപോലെ തന്നെ ഗേറ്റ് ഓപ്പൺ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് കയറി ഞങ്ങൾക്ക് തൊഴുതിറങ്ങാൻ വേണ്ടി പറ്റി. ഭയങ്കര തിരക്കാണ്. കൂടെ നമ്മൾ ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. കണ്ടില്ലേ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്? അതെ, 40 ഡിഗ്രി ഉണ്ട് ഇവിടെ ചൂട് വരുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണ് കുറച്ച് സമയം പുറത്തു വന്നപ്പോഴത്തേക്കും തന്നെ വരുമ്പോൾ ഉണ്ടായ ഒരു എനർജി ഇല്ല, ഫുള്ള് പോയിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ടൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്തിൻ്റെ ടെമ്പിൾ ഇല്ല. അവിടേക്ക് കയറാനുള്ള പടിയാണ് ഇങ്ങനെ ഒരു എന്താ പറയുക സെറ്റൊക്കെ പോലെ കാണുന്ന അങ്ങോട്ടേക്ക് കയറാനുള്ള പടികളാണ് കേട്ടോ. അതെ, ശിവലിംഗത്തിൻ്റെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തോന്നുന്നു ശിവന്റെ തന്നെ ഇതായിരിക്കും, പ്രതിഷ്ഠ തന്നെയായിരിക്കും. ചോദിച്ച് തക്കാളി 80 രൂപ, ഉള്ളി 50 രൂപ, പിന്നെ ഉരുളക്കിഴങ്ങ് 50 രൂപ. വലിയ വിലേൻ്റെ വ്യത്യാസമൊന്നുമില്ല. പച്ചക്കറിക്ക് അവിടെയായാലും ഇവിടെയായാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുള്ളൂ. ഇന്ത്യയിലുള്ള ശിവലിംഗങ്ങളുടെ എല്ലാ പ്രതിഷ്ഠയും ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനത് മറന്നുപോയതാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സമയം എടുത്ത് തൊഴാന്നുള്ളത് കണക്കാക്കിയിട്ട് വരണം കേട്ടോ. ഞാനിത് അവിടുന്ന് ചക്കേൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ചെറിയ കവറിന് 50ഉം വലിയ കവറിന് 100 രൂപയെന്നാണ്. വലിയ കവറിന് ഏകദേശം ഒരു 10-12 എണ്ണം ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിലെ ചക്കേൻ്റെ വിലയാണ്, അതായത് എണ്ണത്തിനാണ് ഇവിടെ വില. അതുപോലെ തന്നെ പാൽക്കോവ ഇതിൻ്റെ ഒക്കെ ബന്ന് വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബന്നിലാക്കിയിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 20 രൂപയേ വരുന്നുള്ളൂ. ഞങ്ങൾ 2 എണ്ണമാണ് വാങ്ങിച്ചത്. ഒന്ന് ബട്ടറും വാങ്ങിച്ചു, പിന്നെ ഒന്ന് പാൽക്കോവയും വാങ്ങിച്ചു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ നിറയെ ഇങ്ങനത്തെ ചെറിയ കടകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. കാളഹസ്തി അമ്പലത്തിൻ്റെ മുകളിലായിട്ട് ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. അതിൻ്റെ ഐതിഹ്യമാണ് പറയുന്നത്. പൂർണ്ണ ശിവഭക്തനായിട്ടുള്ള ഒരു വേട്ടാളുണ്ടല്ലോ, ശിവഭഗവാന് വേണ്ടിയിട്ട് നിവേദിക്കാൻ മാംസങ്ങൾ വെച്ചു. അത് കണ്ടു വന്നിട്ടുള്ള ഒരു നമ്പൂതിരി എന്തു പറഞ്ഞു, ശിവഭഗവാൻ വന്നിട്ട് മാംസങ്ങൾ ഭക്ഷിക്കുകയില്ല, നിവേദ്യമായി എടുക്കുകയില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കൊടുക്കുന്നത് എന്തും ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് വേട്ടാളൻ അവിടെ നിന്ന് പോവുകയും തിരിച്ചു വന്ന് നോക്കുമ്പോഴും ആ മാംസങ്ങൾ കാണുകയും ചെയ്തു.
അത് കണ്ടതോടെ ശിവഭഗവാന് കണ്ണില്ലാത്തത് കൊണ്ടാണ് ഈ മാംസം എടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ശൂലം കൊണ്ട് തൻ്റെ 2 കണ്ണും ചൂഴ്ന്നെടുത്ത് ശിവഭഗവാന്റെ കാൽക്കീഴിൽ വെച്ചതാണ് ഐതിഹ്യം. ഈ ലിംഗത്തിൻ്റെ മേലെ വെച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ എവിടെ വെക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അളവെടുക്കുന്ന പോലെയാണ് കാല് വെച്ചുകൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയത്. എനിക്ക് നേരെ കാണുന്ന ഈ ഒരു സ്റ്റാച്ചു ആണ് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഇടത് ഭാഗത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും. കയ്യിൽ ശൂലവും കണ്ണും അതുപോലെ തന്നെ കാല് നേരെ ശിവഭഗവാന്റെ ശിവലിംഗത്തിന് മേലെയായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ കൂട്ടിയിട്ടേക്കുന്നത് നിലക്കടലയാണ് കേട്ടോ. അതായത് ഇവിടുന്ന് കൃഷി കഴിഞ്ഞിട്ടുള്ള നിലക്കടല ഇവിടെ കൂട്ടിയിട്ടേക്കുന്നതാണ്. ഉണങ്ങാനായിട്ടും കാര്യത്തിനായിരിക്കും. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നവർ. തിരിച്ചു പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാമാണിത്. ചിലതിൻ്റെ മേലെയൊക്കെ കായുണ്ട് കേട്ടോ. ചിലപ്പോൾ തൊട്ടാൽ ഷോക്ക് അടിക്കാൻ മതിയോ. ചിലതിൻ്റെ മേലെയൊക്കെ കായുണ്ട്. എന്താ പറയുക, എല്ലാ കളറും ഉണ്ട്. യെല്ലോ അതുപോലെ തന്നെ പിങ്ക് എല്ലാ കളറും കാണുന്നുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഫുൾ മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ചൂട് ചിലപ്പോൾ അധികമായിരിക്കും. കാരണം ഈ മലേൻ്റെ അടുത്തായതുകൊണ്ടുള്ള ഒരു ചൂടുണ്ടാവും. നമ്മൾ വീണ്ടും തിരിച്ച് കൊൽക്കത്ത ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. സൂളൂർപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നേരെ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ഹൈവേയിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇവിടെയാണ് ISROന്റെ ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു റൂട്ടിലോട്ടാണ് കേട്ടോ, ഇങ്ങോട്ടേക്കാണ് പോവുക. പിന്നെ മധുരൈ ചെന്നൈയിലൊക്കെ കിലോമീറ്റർ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടില്ലേ ഗുമ്മിടിപ്പൂണ്ടി ബോർഡ്. സോ നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഇനി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ എങ്ങനെ ബെറ്ററായിട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായങ്ങൾ ആച്ചി മസാല എന്ന് പറയുന്ന പൗഡേഴ്സിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ 2-3 വർക്കിംഗ് യൂണിറ്റ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. പിന്നെ മാത്രമല്ല ആച്ചിൻ്റെ പല വർക്കും ഞങ്ങളുടെ കമ്പനിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് തുളസിയൺ എന്ന് പറയുന്ന ഒരു ഇരുമ്പിൻ്റെ കമ്പനിയാണ് കേട്ടോ. അതായത് കമ്പി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതാണ് SRF എന്ന് പറയുന്ന കമ്പനി. ഇവിടെ ടയറിൻ്റെ നൂലുണ്ടാക്കുന്ന കമ്പനിയാണെന്നാണ് പറയുന്നത്. ഇത്
അതുപോലെ തന്നെ കെമിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതാണ് കമ്പനി. ഏകദേശം ഒരു 7-8 ഏക്കറോളം വരുന്ന ഒരു ഏരിയ ആണ്. കണ്ടോ, ഈ സൈഡിലോട്ടായിട്ട് നമ്മുടെ വർക്കിംഗ് ഏരിയ ആണ് വരുന്നത്. ആ ഷെഡ് കാണുന്നതൊക്കെ സാൻഡ് ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ഗേറ്റ്. ഇതിൻ്റെ അവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് നേരെ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ താമസ സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ആളുകൾ വർക്കേഴ്സ് നിൽക്കുന്ന. സോ ഇതാണ് ഫാക്ടറീൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇവിടെ ഫാക്ടറി, ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന റൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ താഴെ തന്നെയാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വെയിങ് ബ്രിഡ്ജ് ആട്ടോ, അതായത് പേയ്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. സോ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കണം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.